എടാ സുമേഷേ, നമ്മളെ വീട്ടിലൊരു പച്ചത്തുള്ളം വന്നിക്കടാ. എടാ പണി പറഞ്ഞു വരുന്നതാ. പച്ചത്തുള്ളം വീട്ടിൽ വന്നാലേ പണിയില്ലാത്തവർക്ക് പണിയോ വീട്ടിൽ വരുമാനോ ഐശ്വര്യോ എല്ലാം വരൂ. ആര് പറഞ്ഞു? പച്ചത്തുള്ളം വന്ന അമ്മയോട് പറഞ്ഞാ ഞാൻ വീട്ടിൽ വന്നാൽ നിങ്ങൾക്ക് പൈസയും ഐശ്വര്യവും എല്ലാം വരും. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എന്റെ അപ്പൻ അപ്പൂപ്പന്മാരുള്ള കാലം മുതലേ ഞമ്മക്കിത് അനുഭവ. ചതിയാണ് ഈ പച്ചത്തുള്ള. പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇത്രയും പറ്റിച്ച ഒരുത്തനും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പച്ചത്തുള്ളേ ചാക്കിൽ പണവും കെട്ടിയിട്ട് തലയിൽ വെച്ചിട്ട് സുമേഷ് എവിടെയേ സുമേഷ് എവിടെയെന്ന് വീട്ടിൽ ചോദിച്ചു വരൂ എന്നല്ല ഞാൻ പറഞ്ഞത്. സുമേഷ് ചേട്ടാ, ഒരു ഓട്ടം പോവോ മണിയൂരിലേക്ക്? അമ്മേനൊന്ന് കൊണ്ടാക്കാനായിരുന്നു. അയ്യോ ഇപ്പം പറ്റൂല കേട്ടാ, എനിക്ക് അത്യാവശ്യം ഒരു സ്ഥലം വരെ പോകാനുണ്ട്. വിശേ, ഞാൻ അപ്പുറത്തെ സുജീഷിനോട് ചോദിച്ചു നോക്ക്, ഓൻ വരും. ആ ഓൻ ഫ്രീ ആയിരിക്കും, ഓൻ ചിലപ്പം വരും കേട്ടാ. എന്നാ ശരി, കമലെടുത്തി വരുന്നേ. എനിക്കടി എവിടെ പോവാനുള്ളത്? എവിടെ പോവാന്? എവിടെ പോവാനൊന്നുമില്ല. പച്ചത്തുള്ളം വീട്ടിൽ വന്നാല് വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകുന്ന പൈസ കയ്യിൽ വരണമെങ്കിൽ പണിക്കെല്ലാം പോണം. അതെങ്ങനെയാ? പണി വീട്ടിൽ വന്നാലും പണിക്ക് പോകൂല, പിന്നെ എങ്ങനെയാ വരുമാനം ഐശ്വര്യം വീട്ടിൽ ഉണ്ടാവുക? ഈ പഴയ ആൾക്കാരെ കൊണ്ട് തോറ്റി ഓരോ പൂരാദികൾ പറഞ്ഞുണ്ടാക്കുകയും ചെയ്യും, മനുഷ്യനെ മോഹിപ്പിക്കുകയും ചെയ്യും. ഇവിടെ കടം പെരുകിയത് മാത്രം മിച്ചം.